നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഒരു നിശബ്ദമായ ഒരു സമരം നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സമരമാണ്. മൈത്രനുമായി സൗഹൃദമുള്ള തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പാട്ടുകാരനായ ഉരാളി മാർട്ടിൻ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു മാർച്ച് ആണ് നടത്തിയത്. മൈത്രൻ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വലിയ സന്തോഷമാണ്. അത് വലിയ പാത്രങ്ങളൊന്നും വന്നില്ല. എനിക്ക് അതാണ് മൈത്രൻ, അത് എന്താണ് ഇങ്ങനെ അതിനൊരു പേര് കൊടുത്താണ് ആ മാർച്ച് നടത്തിയത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? അതായത് തുല്യതയ്ക്ക് വേണ്ടി എപ്പോഴും മൈത്രൻ സംസാരിക്കാറുണ്ട്. തുല്യതയെ അവഗണിച്ചാണ് നമുക്ക് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളിലോ വിവാദങ്ങളുണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിയിലോ അത് തുറന്നൊരു ചർച്ച നടന്നിട്ടില്ല. പവർ ഗ്രൂപ്പ് നേരത്തെ ശോഭാലിഖിത അവതരിപ്പിച്ച പോലെ എല്ലാ മേഖലയിലും ഉള്ളതാണ്. ഈ തുല്യതയ്ക്ക് വേണ്ടിയുള്ള ഈ സമരത്തെക്കുറിച്ച് മൈത്രേനൊരു അഭിപ്രായം ഈ ജനത്തിനോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഉരാളി പാട്ടുകാരാണ്, ഒരു ഗ്രൂപ്പായിട്ടാണ്. പക്ഷേ അവർ പാട്ടിനകത്ത് മനുഷ്യന്മാരെ ആർജിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പാട്ടിനകത്തൂടെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിങ്ങനെ ഒരു വശത്തേക്ക് അങ്ങ് മാറിപ്പോവുകയും അൻവർ പറയുന്ന കാര്യങ്ങളിനകത്തേക്ക് ശ്രദ്ധ പോകുമ്പോൾ അതത്രയും അങ്ങ് മറന്നു പോകാതെ ഒന്ന് സോഷ്യൽ മീഡിയയിലെങ്കിലും നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ് അവരതൊരു കഴിയുന്നത്രയും പാട്ട് കേൾക്കാൻ താല്പര്യമുള്ള വിഭാഗങ്ങളുമായിട്ട് ഒരു കണക്റ്റ് ചെയ്ത് ഒരു യാത്ര പോകുന്നു. അപ്പോൾ അവർ തൃശ്ശൂരാണ് ഉള്ളത്. അതുകൊണ്ട് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കാണ്. അപ്പം അവർ ചർച്ച ചെയ്തിട്ട് മുഖ്യമന്ത്രി കണ്ട് ഒരു നിവേദനം കൊടുക്കണം എന്നൊക്കെയുള്ള നിലപാടെടുത്തിട്ടാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ പാട്ടെന്ന് പറയുന്ന ഒരു എന്താണ് പായസം പോലാണല്ലോ. അപ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് ഇച്ചിരി അച്ചാർ നക്കുന്നത് പോലെ എന്നെ അതിനിടയ്ക്കെല്ലാം അവരിങ്ങനെ സംസാരിക്കാൻ വിളിക്കുമായിരുന്നു. അപ്പോൾ ഒരു 5 തൊട്ട് ചിലയിടത്തൊക്കെ ഞാൻ 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ സംസാരിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ ആർട്ടിസ്റ്റുകളെന്നുള്ള നിലവാരത്തിൽ ഒരു ഐക്യദാർഢ്യം ആ നിൽക്കുന്ന സമൂഹത്തിനോട് പ്രഖ്യാപിക്കുക എന്നുള്ളത്, ഞാൻ ആ സന്ദർഭത്തിനകത്ത് ജനാധിപത്യത്തിനെപ്പറ്റി, നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ വശങ്ങളിലും ജനാധിപത്യം എങ്ങനെ വരണം എന്ന് പറയുന്നതിനെ പറ്റിയുള്ളൊരു അറിവ് എനിക്ക് മനസ്സിലായ നിലവാരത്തിൽ ഞാൻ പറയുകയും ചെയ്യാറ്. അങ്ങനെ അത് വന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് മറ്റേ അത്തം പൂ ഇടുന്ന ദിവസമായിരുന്നു. അത് കാരണം കൊണ്ട് അവിടെ തേക്കങ്ങാട് മൈതാനത്തിൽ പോയി, സാധാരണഗതിയിൽ അവിടെ പോയി സംസാരിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞങ്ങളെ അത്തവണ അവിടെ അവർ കയറ്റിയില്ല. അപ്പോൾ അതിൻ്റെ പടിക്ക് താഴെ നിൽക്കാൻ പറ്റും. അവിടെ ഒരു ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അവിടെ അവർ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ എല്ലാ ആൾക്കാരും വന്ന് വലിയ ഒരു കൂട്ടം അവിടെ ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു തുടക്കവും അവസാനം ഇവിടെ മാനവീയം വീതിയിൽ ആയിരുന്നു. വൈകുന്നേരം ഞങ്ങൾ കൊടുങ്ങല്ലൂർ, അതുപോലെ കോട്ടയം, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ഇങ്ങനെയായിരുന്നു വന്നത്. അപ്പോൾ അതിൻ്റെ പേര് സോറി മാർച്ച് എന്നായിരുന്നു. അപ്പോൾ അത് എല്ലാവർക്കും ഒരു പ്രശ്നമായിരുന്നു. അതെന്താണ് ഈ കുറ്റമൊന്നും ചെയ്യാതെ ഞങ്ങളിവിടെ ഇരിക്കുമ്പം എല്ലാവരും കൂടെ കയറി സോറി മാർച്ച് പറയേണ്ട ആവശ്യം എന്താ? അപ്പോൾ അതൊരു ശരിയാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ഒരു മര്യാദകരായിട്ടൊന്നും ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുരുഷന്മാരെല്ലാവരും കൂടെ സോറി പറയണം. അപ്പോൾ ഞാൻ 2005 ഇവിടുത്തെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് പിരിയുന്ന സമയത്ത് റിട്ടയറിങ് ഒരു നോട്ട്, ഞാൻ 2 നോട്ട് എഴുതിയായിരുന്നു. ഒന്ന്, പ്രായമായവർ പൊതുപ്രവർത്തനത്തിനകത്തൊന്ന് വിരമിക്കണം, സ്വയം വിരമിക്കണം. കാരണം അവരെ പിരിച്ചുവിടാൻ ആരുമില്ല. ഞാൻ അന്ന് രാജിവെക്കുമ്പോൾ ഇരിക്കുന്നവരെല്ലാവരും ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ടേ, അത് മറക്കണ്ട. പക്ഷേ പറയാനുള്ള അവകാശം നമ്മൾ സ്വയം ചെയ്തുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനന്ന് അങ്ങനെ ചെയ്തത്.
അപ്പോൾ ആ രണ്ടാമത് എഴുതിയ നോട്ടിനകത്ത് ഞാനൊരു പാരഗ്രാഫ് എഴുതുന്നുണ്ട്. ഞാൻ തിരഞ്ഞെടുത്തതല്ല ഞാൻ പുരുഷനായത്. അപ്പോൾ ജനിച്ചു കുറ്റവാളിയായി പോകുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ പണമുള്ള വീട്ടിൽ ജനിച്ചാൽ കുഴഞ്ഞു പോകും. അതേപോലെ തന്നെ ഉയർന്ന തട്ടിനകത്ത് ജാതി വിഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെ ജനിച്ചു പോയാൽ അതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടും. ഞാൻ സാധാരണ പറയാറുള്ളതാണ്, കൊട്ടാരത്തിൽ ജനിച്ചാലേ കൊട്ടാരം ഉപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ബുദ്ധനും കൊട്ടാരം ഉപേക്ഷിക്കാൻ പറ്റുന്നത് നമ്മുടെ അച്ഛന്മാരൊന്നും രാജാക്കന്മാരല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് കൊട്ടാരമില്ല. അപ്പോൾ കുടിലുപേക്ഷിച്ചാൽ ആർക്കും ഒന്നും തോന്നത്തില്ല. വീട് വിട്ടവന് എന്ത് താല്പര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ചന്തയിൽ പോകുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം. പക്ഷേ ഇവിടുത്തെ ചീഫ് സെക്രട്ടറി ഒരു സഞ്ചിയൊക്കെ ആയിട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ പിണറായി ഒരു സഞ്ചിയായിട്ടൊന്ന് ഇറങ്ങുവാണെങ്കിൽ തന്നെ ഭയങ്കര കാഴ്ചയായിരിക്കും. ചന്തയിൽ പോകുന്ന വലിയ അത്ഭുതകരമായിട്ട് മാറും. അപ്പോൾ ഇതുപോലുള്ള പ്രിവിലേജസ് ഉണ്ട് നമ്മൾ ജനിക്കുന്നത് വഴി കിട്ടുന്നു. അത് മനുഷ്യരായിരിക്കുന്നവർ ഏതെങ്കിലും തരത്തിലുള്ള സവിശേഷമായിട്ടുള്ള അവകാശങ്ങളുള്ള ഇടങ്ങളിൽ ജനിക്കും. ആ ജനിക്കുന്നത് വഴി കിട്ടുന്ന ആനുകൂല്യം നമ്മൾ വേണമെന്ന് വേണ്ടാന്ന് വെച്ചാലും കിട്ടും. അപ്പോൾ ആ ഒരു വശത്തു നിന്ന് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പുരുഷ മേധാവിത്വപരമല്ലാതെ പെരുമാറുന്ന നൂറുകണക്കിന് പുരുഷന്മാർ നാട്ടിലുണ്ടാവും. സംശയമൊന്നും നമുക്ക് വേണ്ട. പക്ഷെ അവർക്കും ചുമ്മാതെ താലത്ത് വെച്ച് കിട്ടും പുരുഷന്മാരുടെ അവകാശങ്ങൾ. അപ്പോൾ വെള്ളക്കാരനായി ജനിക്കുന്നത് വഴി ഉയർന്ന അധികാരമുള്ള ജാതി വിഭാഗങ്ങളിൽ ജനിക്കുന്നത് വഴി, സമ്പത്തുള്ള വീട്ടിൽ ജനിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന സ്വാഭാവികം എന്ന് നമ്മളാരും എന്തെങ്കിലും ഉത്തരവാദിത്വം എടുക്കാതെ തന്നെ ലഭിക്കുന്ന അവകാശങ്ങളിൽ കൊണ്ട് കൂട്ടുത്തരവാദിത്വമുള്ള പ്രതികളായിട്ട് നമ്മൾ മാറും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സോറി മാർച്ച് പറയേണ്ടി വരുന്നത്. ഒരു പുരുഷന്മാരായിരിക്കുന്നവർ മാത്രമല്ല, സ്ത്രീകളും പറയേണ്ടി വരും. അതെങ്ങനെയാണ്? ഉയർന്ന തട്ടിലുള്ള സ്ത്രീകൾ ഇതിൻ്റെ ആനുകൂല്യം പറ്റും. അത് നമ്മൾ അറിയേണ്ടതുണ്ട്. ഏറ്റവും ദരിദ്രയായ ഒരു സ്ത്രീക്കാണ് താഴെ തട്ടിലുള്ള സ്ത്രീയുടെ മോചനം എല്ലാവരുടെയും മോചനമാവും. പക്ഷേ ഇടനിലയ്ക്കൊക്കെ നിൽക്കുന്നവർക്കൊക്കെ പല പല ആനുകൂല്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് കിട്ടുന്ന അതിൻ്റെ ചില പങ്കുകൾ മേൽത്തട്ടിലുള്ള സ്ത്രീകൾക്ക് കിട്ടും. അതങ്ങനെ അല്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. പക്ഷെ അതിനെയാണ് ഒരു സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയും, ഞങ്ങളൊന്നും ഒരു കുഴപ്പവും ഒരാളോടും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കിടന്നിങ്ങനെ സോറിയൊന്നും പറയണ്ട എന്ന് പറയും. പക്ഷെ അങ്ങനല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ ആൾക്കാർ പറയത്തില്ല നല്ല പോലീസുകാരുണ്ട്, ചീത്ത പോലീസുകാരുണ്ട്. അങ്ങനെ ഒരു നല്ല പോലീസുകാരും ചീത്ത പോലീസുകാരും ഇല്ല. പോലീസാണോ ചീത്തയാ, അത് പോലീസുകാരുടെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. അത് ഭരിക്കാനുണ്ടാക്കിയ സംവിധാനമാണ്. ഭരിക്കുന്നവർക്ക് ഉള്ള ആയുധമാണ് പോലീസ്. നല്ല പോലീസുകാരനുണ്ടായിട്ടുണ്ടോ, അവൻ പോലീസ് സ്റ്റേഷനിലെ മോശം പോലീസുകാരനാണ്. അത് നിങ്ങൾ അറിയണം. കാരണം അയാൾ പോലീസിൽ ഉദ്ദേശിക്കപ്പെടാത്ത കാര്യം ചെയ്യുന്ന ആളാണ്. നല്ല രാജാവില്ല, നല്ല ചീഫ് സെക്രട്ടറി ഇല്ല. ഇതൊക്കെ നമ്മളങ്ങനെ അറിയണം. അതൊക്കെ രണ്ട് സിസ്റ്റം കൊണ്ടാണ് നമ്മൾ കുറ്റവാളികളായി മാറുന്നത്. പണ്ട് പറയുമായിരുന്നു, തൊഴിലൊന്നും ഇല്ലെങ്കിൽ നീ പോയി പട്ടാളത്തിൽ ചേരുന്ന അല്ലെങ്കിൽ പോലീസിൽ ചേരുന്ന പറയുമായിരുന്നു. കാരണം അത് അപകടകരമായ കുഴപ്പം പിടിച്ച ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സിസ്റ്റം കൊണ്ടാണ്. അപ്പോൾ ആളുകൾ എപ്പോഴും പറയും സ്ത്രീകൾക്കെതിരാണ്. കാരണം ഏറ്റവും വലിയ തെളിവാണല്ലോ അമ്മായിയമ്മയും മരുമോളും തമ്മിലുള്ള യുദ്ധം. എന്നും കാണിക്കും.
സീരിയലൊക്കെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കണ്ടാൽ അത് മാത്രമാണ്. സ്ത്രീകൾ അങ്ങനെയാണ് സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത്. അതിനകത്ത് മനസ്താപം വന്ന് വിഷമിച്ച പുരുഷന്മാരുടെ കഥയാണ് ഈ സീരിയൽ മുഴുവനും. അത് വേറെ ഞാനത് എന്തുകൊണ്ടാണ് താമസിക്കാത്തതെന്നുള്ളതായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സാധാരണഗതിയിലൊരു വീട്ടിനകത്ത് സ്ത്രീകൾക്ക് ഇടം എന്ന് പറയുന്നത് അടുക്കളയാണ്. നീ അങ്ങ് അകത്ത് കയറിപ്പോകുന്നു പണ്ട് പറയുന്ന ഒരു സ്ഥലമാണ് അത്. പുരുഷന്മാർ സംസാരിക്കുന്നിടത്ത് ഇരിക്കരുത് എന്ന് പറയുമ്പോൾ അകത്ത് പോകണം, പുറകിൽ പോകണം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ റിലേറ്റീവ് ഓട്ടോണമി എന്ന് പറയുന്ന പോലുള്ള ഒരു സ്വാതന്ത്ര്യം സ്ത്രീകൾ അനുഭവിക്കാറുണ്ട് ഈ അടുക്കളയ്ക്കകത്ത്. അവിടാണ് ഈ അന്യ വീട്ടിൽ നിന്നൊരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്ന് അവിടെ താമസിക്കും. അപ്പോൾ നമ്മൾ വയ്ക്കുന്ന സാമ്പാർ അതുപോലെ വയ്ക്കുന്ന ഒരാളെ കിട്ടിയാൽ ജോലിക്കാരെ കിട്ടുമ്പോൾ ഭരിച്ചാൽ മതി. പക്ഷെ മരുമകൾ അവിടുത്തെ ആധിപത്യമുള്ളവരുടെ വശത്ത് വരുന്ന ആളാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കറി ഇങ്ങനെ വയ്ക്കേണ്ടതെന്ന് എല്ലാ വീട്ടിലും വ്യത്യസ്തമാണ്, ഒരു സംശയവും വേണ്ട. ഭാര്യമാർ വയ്ക്കുന്ന കറി കൊള്ളത്തില്ലെന്നറിയാവുന്ന ഭർത്താക്കന്മാരേ ലോകത്തുള്ളൂ. പക്ഷെ അവരുടെ അമ്മ വയ്ക്കുന്ന കറി കറക്റ്റാണെന്നറിയുന്നവരാ. എല്ലാ അമ്മമാരുടെയും കറി കറക്റ്റാണ്. പക്ഷെ അമ്മയ്ക്കൊരു ഭർത്താവുണ്ട്, അയാളോട് ഒന്ന് ചോദിച്ചു നോക്കണം ഈ ഭാര്യയ്ക്ക് അറിയാവോ എന്ന്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അയാൾ സമ്മതിക്കത്തില്ല, അയാളുടെ അമ്മയുടെ കറിയാണ്. അല്ലാതെ ഈ അവൾക്ക് വയ്ക്കാനേ അറിഞ്ഞൂടാ, ഇവിടെ വന്നപ്പോൾ എന്തൊരു പാടായിരുന്നു എന്ന് പറയും. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ സ്ഥലത്ത് ഈ രണ്ടു പേർക്കും കൂടെ രണ്ട് കേന്ദ്രമുള്ള ഒരു അടുക്കള ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിന് കാരണം. അപ്പോൾ അവിടെ ഇടനിലയ്ക്ക് ശ്വാസം മുട്ടുന്ന എന്നെ എന്നും വിളിക്കും, പുരുഷന്മാരും വിളിക്കും, സ്ത്രീകളും വിളിക്കും. ഈ അമ്മയും ഭാര്യയും കൂടെ എങ്ങനെ ഒന്ന് ഇണക്കിക്കൊണ്ടുപോകുന്ന വിദ്യ വല്ല പറഞ്ഞു തരാൻ പറ്റുമെന്ന്. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറയും, അപ്സ്റ്റെയറിൽ താമസിക്കാൻ സ്ഥലമുണ്ടോ? അതുകൊണ്ട് ഈ അടുക്കളയിൽ ഒന്നിച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് അറിയാവുന്ന കാരണം കൊണ്ട് രണ്ട് കേന്ദ്രമാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയ, അപ്പോൾ അത് അപ്സ്റ്റെയറില്ല. അപ്പോൾ അയലത്ത് വീടുണ്ടോ? ഒരു വീട് വാടകയ്ക്ക് എടുക്കാൻ പറ്റുമോ? കാരണം ഇയാൾക്ക് അമ്മയെ നോക്കണം. അപ്പോൾ ഞാൻ പറയും ഒരു മിനിമം ഒരു 500 മീറ്റർ ദൂരെയുള്ളൊരു വീട് കണ്ടുപിടിക്കാമെങ്കിൽ പ്രശ്നം വരില്ല. അതുകൊണ്ട് രണ്ട് വീട്ടിലിരുന്നാൽ മതി. അപ്പം ഈ കറി ഇന്നതാണെന്ന് എത്തി നോക്കാനൊക്കത്തില്ല, അത്രയും ഒരു അകലം മതി. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ഭർത്താക്കന്മാർക്ക് പെട്ടെന്നാണ് ഇത് സംഭവം മനസ്സിലാകുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളില്ലേ. അപ്പം നടന്നു വന്ന് അമ്മയെ കാണാം, അമ്മയുടെ കാര്യമെല്ലാം നോക്കാം, രണ്ടുപേരും വഴക്കില്ലാതാവും. അപ്പോൾ ഈ തുടങ്ങുമ്പോഴേ തന്നെ വീട്ടിൽ താമസിപ്പിക്കുന്നതുകൊണ്ടാണ് ഈ വഴക്ക് തുടങ്ങുന്നതെന്ന് അറിയേണ്ടതുണ്ട്. രണ്ട് കേന്ദ്രമുള്ള ഒരു ഇടമുണ്ടാകുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലൊക്കെയുള്ള ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെ കിടക്കുന്നതെന്ന് കാണാൻ പറ്റും. തലയണ മന്ത്രം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തലയണ മന്ത്രം കാരണമാണ് ഭർത്താക്കന്മാർ മുഴുവൻ കുഴപ്പത്തിലാകുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ അധികാരമുള്ള സിസ്റ്റത്തിനകത്ത് ഏറ്റവും അധികാരമുള്ള ആരാണോ അവരെ അനുനയിപ്പിച്ച് നിർത്തുന്നത് വഴി മാത്രമേ നിലനിൽപ്പുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരൻ പോലീസുകാരനോട് ഇരിപ്പുണ്ട്. ഞാനിത് പറയുമ്പോൾ അയാൾക്ക് ഇതൊക്കെ അറിയാം, എന്നെക്കാളും അറിയാം എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. എത്ര നല്ല ആളാകണമെന്ന് വിചാരിച്ച് മര്യാദയ്ക്ക് പെരുമാറുകയാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനകത്ത് ഏറ്റവും മോശപ്പെട്ട പോലീസുകാരനാകും. അപ്പോഴാണ് ദുർബലനും പെൺകോന്തനും ഉണ്ടാകുന്നത്. പെൺകോന്തന്മാരെ കണ്ടിട്ടുണ്ടോ? മര്യാദയ്ക്ക് പെരുമാറുന്ന ഭർത്താക്കന്മാരുടെ പേരാണ് പെൺകോന്തൻ. അതാണ് അധികാരഘടന. ഇത് നമ്മളിങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് നല്ല ഭർത്താവില്ല, നല്ല ഭാര്യയില്ല, ഇതൊന്നും നല്ലതല്ല. ജനാധിപത്യത്തിനകത്ത് തുല്യതയാണ്. ഇത് നമ്മൾ തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ കേന്ദ്രം. തിരഞ്ഞെടുക്കപ്പെടുന്ന കാര്യം നടക്കാതെ പശുവിനെ മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ താമസിപ്പിക്കുന്നത് പോലെ നടക്കുന്ന കല്യാണങ്ങൾ കഴിച്ചവർ തമ്മിൽ എന്താ പറയണ്ടേ,
ഉടമസ്ഥാവകാശമുള്ള ഒരു മുതലാളിയുടെ കീഴിൽ കഴിയുന്ന ജീവി മാത്രമാണ് ഭാര്യ. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്ന് തന്നെയാണ് അർത്ഥം, അല്ലാതെ വേറെ ഒരു വാക്കിന് ആ അർത്ഥം പോലും വേറെയില്ല. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും. നമ്മളെത്രയോ സമരം ചെയ്തിട്ടാണ് ഈ റേഷൻ കാർഡിനകത്ത് ഗൃഹനായിക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാക്കിയത്. അതുപോലെയാണ് ലിംഗപരമായിട്ട് അതർ എന്ന് പറയുന്നൊരു കോളം ഉണ്ടാക്കിയത്. ഇതൊക്കെ നമ്മൾ സമരം ചെയ്തുണ്ടാക്കിയതാണ്. അതുവരെ ആണും പെണ്ണും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതുപോലെ ബിൽറ്റ് ചെയ്തിരിക്കുന്ന വളരെ സൂക്ഷ്മമായി ആയിരക്കണക്കിന് വർഷം കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു സംവിധാനമാണ് നമ്മുടെ കുടുംബം. അതിനകത്ത് ജനാധിപത്യം സാധ്യമല്ല. കാരണം തെരഞ്ഞെടുപ്പില്ല. തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ എല്ലാം തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പം നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു 5 മിനിറ്റ് നേരം സംസാരിച്ചോളാൻ പറയും. അതാണ് നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യപരമായിട്ടുള്ള ഡേറ്റിങ്ങിൻ്റെ ഇടമത. 5 മിനിറ്റൊക്കെയാണ്. നമുക്ക് അതൊക്കെ സിനിമകളിലൊക്കെ ഇപ്പോഴും തമാശയാക്കിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. 2 പേര് തമ്മിലൊന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ തന്നെ എത്ര നാളെടുക്കും? ജീവിച്ചാൽ പോലും നമുക്ക് കുറേ നാളെടുക്കും. 1 വർഷമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുകയാണെങ്കിലുണ്ട്, എനിക്ക് തോന്നുന്നു 80% അല്ല 90% പേരും പിരിഞ്ഞുകളയും. 1 വർഷം താമസിപ്പിച്ചാൽ മതി, ഒന്നിച്ച് താമസിപ്പിച്ചാൽ മതി, അന്ന് പിരിയും. ഞാനാണെങ്കിൽ 3 ദിവസം കൊടുക്കുമായിരുന്നു ആൾക്കാർക്ക്. എൻ്റെ വീട്ടിൽ പ്രണയിച്ച് വരുന്നവരെ ഞാനൊരു മുറി കൊടുത്ത് താമസിച്ചോളാൻ പറയും. 3-ാം ദിവസം 2 വഴിക്ക് പോകും. അവർക്ക് അപ്പോഴേ മനസ്സിലാവും, അയ്യോ ഇയാളുടെ കൂടെ അല്ല എന്നുള്ളത് ഇവളുടെ കൂടെ അല്ല എന്നുള്ള കാര്യം 2 പേർക്കും മനസ്സിലാവും. ഇത് സമ്മതിക്കാതിരുന്നിട്ട് ഈ വേലിക്ക് നിൽക്കുന്നതാണ് പ്രണയം എന്നാണ് വിചാരിക്കുന്നത്. കത്തെഴുതി പ്രണയക്കത്ത്, അതിനകത്തൊക്കെ എന്തുമാത്രം കാര്യങ്ങൾ എഴുതും. നമ്മൾ അതൊക്കെ വായിച്ചിട്ട് അങ്ങനെ കാണാൻ ജീവിക്കാൻ പറ്റുമോ? നീ വിളിച്ചാൽ ഞാൻ 7 കടലും കടന്നു വരും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയായിരിക്കും എഴുതുന്നത്. അതൊന്നും നമുക്ക് ചെയ്യാനൊന്നും ഒക്കത്തില്ല. എന്തിനാണ്? അവൾ വയ്ക്കുന്ന കറി കൂട്ടാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. അമ്മയുടെ കറിയാണ് ആകെ കൊള്ളാവുന്ന കറി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വശങ്ങളെപ്പറ്റി അറിയുകയും നമ്മൾ ജീവിതകാലത്ത് കുറച്ച് നാളെങ്കിലും ഒന്നിച്ച് 2 പേര് ചേർന്ന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം അറിയേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇണകളെ തിരഞ്ഞെടുക്കുന്ന കുടുംബങ്ങളുണ്ടാകേണ്ടതുണ്ട്. ഈ മേഖല അറിയേണ്ടത്. അപ്പോൾ പുരുഷനായിട്ട് ഇന്നിപ്പോൾ ജനിച്ചാൽ, ഇപ്പം ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസങ്ങളിലല്ല, ഇവിടെ ഇപ്പോൾ കുറേ മാറ്റമൊക്കെ വന്ന് കുറച്ച് ചിന്തകളൊക്കെ ആൾക്കാർക്ക് വന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കളയും. പക്ഷെ വീടിനകത്ത് അത് ഏറ്റവും വലിയ തെളിവെന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്ന ഒരു വിരലെണ്ണ ഒരു 3-4 കല്യാണക്കുറിയാണ് ഞങ്ങൾ വിവാഹിതരാകുകയാണെന്ന് പറഞ്ഞ ഒരു കല്യാണക്കുറി കണ്ടിട്ടുള്ളൂ. 99% എൻ്റെ മകനും മകളും കല്യാണം കഴിക്കുന്നതിനെ പറ്റിയുള്ള കല്യാണക്കുറിയാണ്. കാരണം അവർ തിരഞ്ഞെടുത്തിട്ടില്ല. കാരണം അവർക്ക് വിവരമില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്ക് ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാനറിയാം, കാരണം ഡോക്ടറാണ്. പാലം പണിയാനറിയാം, എൻജിനീയറാണ്. പക്ഷെ വിവാഹം കഴിക്കാൻ അറിഞ്ഞൂടാ. എണ്ണയെ തിരഞ്ഞെടുക്കാൻ ഒരു വിവരവും ഇല്ലെന്ന് അത് ഞങ്ങൾക്കേ അറിയാവൂ. അത് നമ്മളിങ്ങനെ ആലോചിച്ച് അതെന്താ അതെങ്ങനെ? നമ്മളാണ് സ്കൂളിലാണ് നമ്മൾ പോയി, അമ്മയും അച്ഛനും കൃഷിക്കാരാണ്, 90% കൃഷിക്കാരാണ്. മക്കൾ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്. എത്ര നാളാണ്? 10-20 വർഷമാണ് പഠിക്കുന്നത്. കളക്ടറുമായി, പക്ഷെ കല്യാണം കഴിക്കാൻ അറിഞ്ഞൂടാ. മറ്റേതൊക്കെ തീരുമാനിക്കാൻ അറിയാം. ഒരു സ്റ്റേറ്റൊക്കെ ഭരിക്കാൻ പറ്റും, ഇലക്ഷന് നിൽക്കാൻ പറ്റും, 21 വയസ്സ് കഴിഞ്ഞല്ലോ. പക്ഷെ കല്യാണം കഴിക്കാൻ അറിഞ്ഞൂടാ. നമ്മൾ ഭയങ്കര ഇതാണ്, കല്യാണം കഴിക്കാൻ അറിഞ്ഞൂടാ. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. എന്ത് അവർക്ക് അതൊഴിച്ച് ബാക്കി എല്ലാം അവർക്ക് പറ്റും. എന്നാൽ ഈ പാലം പണിയുന്ന സമയത്ത് അച്ഛനെ ഫോൺ വിളിച്ചിട്ട് ഈ കേഡർ എങ്ങനെയാണെന്ന് ഉണ്ടാകും, അതെനിക്കൊന്നും അറിഞ്ഞൂടാ, അത് നീയല്ലേ പഠിച്ചതെന്ന് പറയും. അത് തന്നെ നമ്മളെന്താണ് ഞാനിത് പറയുന്നത്, എങ്ങനെയാണ് ഈ സിസ്റ്റം നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ കൃഷി കുടുംബമാണ്. കൃഷി കുടുംബത്തിനകത്തുണ്ടാകുന്നത് എന്താ? കൃഷി അറിയുന്നവർ അവരുടെ മക്കളെ കൃഷി പഠിപ്പിക്കും.
പക്ഷെ സ്കൂളുണ്ടായതിന് ശേഷം ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൃഷിയിലുള്ള വൈദഗ്ധ്യമൊന്നും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. കുട്ടികൾ വേറെ പഠിക്കുന്നു. ആ പഠിക്കുന്ന കാര്യത്തിൽ ഒരു അറിവുമില്ലാത്ത എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് അമ്മയും അച്ഛന്മാരെഴുതിയ പുസ്തകങ്ങളാണ് ഈ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത്. ഒരമ്മയും അച്ഛനും അല്ല വളർത്തുന്നേ, ആയിരക്കണക്കിന് അമ്മയും അച്ഛന്മാരാണ്. രണ്ടൊരു 20 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അതിനും വേണ്ടി അമ്മയും അച്ഛന്മാർ പഠിപ്പിച്ച മക്കളാണ് ഈ നിൽക്കുന്നത്. ആ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ അവകാശം ഉണ്ടെന്നുള്ളതല്ല, അവർക്ക് അറിവുണ്ടെന്നുള്ളതാണ് പ്രശ്നം. ഇവരെയാണ് നമ്മൾ നിർബന്ധപൂർവം ആകെ ഒരു സാധനമാണ് സ്വത്ത് വേണോ ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഇതാണ് ബാർഗെയിനിങ് സാധനം. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ജോലിയുള്ളവർക്ക് ഇതിന് ആവശ്യമില്ല. പക്ഷേ എന്നാലും കുറച്ച് സ്വത്തൊക്കെ കിട്ടിയാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് പമ്മി നിൽക്കും. ആ പമ്മി നിൽക്കുന്ന പുരുഷന്മാരുടെ സ്ഥലമാണ് നമ്മളീ കാണുന്ന പ്രശ്നം. നമുക്ക് 2 സിസ്റ്റമാണ്. ജനാധിപത്യത്തിനകത്ത് തെരഞ്ഞെടുപ്പാണ് കേന്ദ്രം. അത് നമ്മൾ അറിയണം. അപ്പോൾ ആ അറിവുള്ള മേഖലയ്ക്കകത്ത് ജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. അത് ഇതുവരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു മേഖലയാണ് ഞാനന്ന് നാഗേഷ് ചോദിക്കുന്ന ചോദ്യത്തിനായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഇങ്ങനെ കുറച്ച് കുഴപ്പം പിടിച്ച വശം ഈ പാട്ടിനിടയ്ക്കൂടെ പറയും. അപ്പോൾ അത് ഒരുവിധമുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല ചർച്ചയുണ്ടാകുകയും ചില സ്ഥലത്തൊക്കെ ഇപ്പം നിങ്ങളുടെ കൂടുന്ന ഇത്രയധികം നല്ല ചിന്തയുള്ള മനുഷ്യരൊക്കെ ആയിട്ട് ഇടപെടാനും പറയാനും ഒക്കെ കഴിഞ്ഞ് ഇന്നലെ അതിൻ്റെ ഒരു ആ യാത്രയുടെ ഒരു റിവ്യൂ അവർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ അവർ വന്ന് ഈ മുഖ്യമന്ത്രിയെ കണ്ട്, അപ്പോൾ ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചതായിട്ട് ഡിക്ലെയർ ചെയ്ത കാരണം കൊണ്ട് ഞാൻ ആ സെക്രട്ടേറിയറ്റിൻ്റെ പടി വരെ പോയുള്ളൂ, അകത്തോട്ട് പോയി. അപ്പോൾ അവർ പോയി കൊടുത്ത് നിവേദനമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു കേരളത്തിൻ്റെ ഇപ്പം നമ്മൾ പറയുന്ന ലിംഗവിവേചനത്തിന് ഒരു കാഴ്ച, അങ്ങനത്തെ ഒരു നോട്ടം ഉണ്ടാക്കിയെടുക്കാൻ ഈ റിപ്പോർട്ടിന് കഴിയും. അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന നിലവാരത്തിൽ ഈ സിനിമാ മേഖലയിൽ ഫെഫ്ക എന്ന് പറയുന്നവർ എഴുതുന്നുണ്ട്. ഇവർ ചൊവ്വേ നേരെ പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അതൊരു രേഖയാണ്. ആ രേഖ സിനിമാക്കാരുടെ എന്തോ ഒരു കുഴപ്പമാണെന്ന് വിചാരിക്കരുത്. ഈ സിനിമാ മേഖലയിലുള്ള ഇത്രയും കുഴപ്പം വീടുകളിലെല്ലാം ഉണ്ട്. നമ്മുടെ വീടുകളെല്ലാം ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ നഴ്സുമാർ മുഴുവൻ ജീവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. സെയിൽസ് ഗേൾസ് മുഴുവൻ ജീവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഓഫീസിൽ ഇപ്പോൾ അധ്യാപകരുടെയൊക്കെ സ്ഥലത്ത് വലിയ കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നും. കാരണം ശമ്പളമൊക്കെ വളരെ കുഴപ്പമില്ലാതെ അവിടെ കിട്ടും, തുല്യ വേതനം കിട്ടും. പക്ഷെ ട്രാൻസ്ഫർ വന്നാൽ കഥ മാറും. ആ ട്രാൻസ്ഫർ ഒഴിവാക്കണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സകല ഹരാസ്മെൻറ്റും അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഈ ട്രാൻസ്ഫർ എന്തിനാന്ന്? ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതാണ്. എന്തിനാണ്? ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ അവർക്ക് കുറച്ച് ആൾക്കാരെ വേണം. അതിനാണ് അവർ സ്കൂൾ തുടങ്ങിയത്. കുറച്ച് ക്ലർക്കന്മാർ, ഗുമസ്തന്മാർ, അവരെ പോലെയുള്ള കുറച്ച് പേരെ ഉണ്ടാക്കുന്നതിന് കുറേ അധ്യാപകർ, കുറച്ച് IAS, പോലീസുകാർ, കുറച്ച് ജഡ്ജിമാർ, ഇവരിത്രയും പേര് വേണം. ഇവരെ കൊണ്ട് വേണം ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ. ആ ഇന്ത്യക്കാരെ ഭരിക്കാനിരിക്കുന്നവർ സാധാരണ അവിടെ ഉള്ള അവരുടെ ബന്ധുക്കളോ അവരുടെ സഹോദരങ്ങളോ ആയിരിക്കുന്ന നാട്ടുകാരായിരിക്കുന്നവരുടെ അടുത്ത് ബന്ധമുണ്ടാകാതിരിക്കാനായിട്ടാണ് അവർ ട്രാൻസ്ഫർ ആരംഭിച്ചത്. രാഷ്ട്രീയമായ കണക്ഷൻ ഉണ്ടാകാതിരിക്കാനാണ് അവരത് ചെയ്തത്. നമ്മൾ ഇന്നും ഇവിടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ? രാഷ്ട്രീയമായിട്ട് കണക്ഷൻ ഉണ്ടാകരുതോ? ഉദ്യോഗസ്ഥർക്ക് പിന്നെ എന്താ ഉണ്ടാകണ്ടേ? ജനാധിപത്യം ആരംഭിച്ചിട്ടില്ലെന്നറിയണം. അല്ല, ജനാധിപത്യം നടക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ജനാധിപത്യം ആരംഭിച്ചിട്ടില്ല.
നമുക്ക് ഇനി ആരംഭിക്കേണ്ട ഒന്നാണ്. നമ്മളാകെ ചെയ്യുന്നത് എന്താണ്? നടത്തുപടിക്കാരായിരിക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്ത് വിടുന്നുണ്ട്. പക്ഷെ അവരെ പോകുന്നത് എന്തിനാണ്? എല്ലാവർക്കും അറിയാം അവർ ഭരിക്കാനാണ് പോകുന്നതെന്നാണ്. ഭരിച്ചോളൂ നേതാവേ, ലക്ഷം പിന്നാലെ എന്നൊക്കെയല്ലേ നമ്മളിപ്പോൾ വിളിക്കുന്നത്. ജനപ്രതിനിധിയാണ് അയാൾ. എന്തിനാണ് നേതാവാകേണ്ട ആവശ്യം? അണിയും നേതാവൊക്കെ, അണികളെ ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ പഴയ സമ്പ്രദായമാണ്. അണികളല്ല, നമ്മുടെ റെപ്രസെൻറ്റേറ്റീവാണ്. ഇതാണ് നമ്മൾക്ക് അറിയേണ്ടത്. നമ്മൾ ഇപ്പം നടക്കുന്ന ഈ സംവിധാനം എന്ന് പറയുന്നത് ഭരിക്കാനുണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ്. അത് വീടായാൽ, പോലീസ് സ്റ്റേഷനായാൽ, കോടതിയായാൽ, അഡ്മിനിസ്ട്രേഷനായാൽ, ഇതെല്ലാം ഭരിക്കാനുണ്ടാക്കിയതാണ്. അപ്പോൾ ജനാധിപത്യത്തിനകത്ത് ഭരണം വേണ്ടേ? ജനാധിപത്യത്തിൽ ഭരണം വേണ്ട. ജനാധിപത്യത്തിനകത്തുള്ളത് സേവനമാണ്, ക്രമീകരണമാണ്. ഇപ്പം നമ്മളിവിടെ കസേര എന്നെ ഇങ്ങനെ മെളിക്കയറ്റി ഇരുത്തിയിരിക്കുന്ന മര്യാദകളാണെന്ന് എനിക്കറിയുന്ന ആളാണ്. പക്ഷെ അത് എത്രയായിട്ട് യുക്തിവാദികൾ ഇതുവരെ മര്യാദ പഠിച്ചിട്ടേ ഇല്ല. ഞാനെന്ത് ചെയ്യാൻ? ഞാൻ എല്ലാ തവണ ഇത് പറയും, എന്നെ ഇങ്ങനെ മേളിൽ കയറ്റി ഇരുത്തരുത്. ഇതുപോലുള്ള ലൗഡ് സ്പീക്കറൊക്കെ തന്നിട്ട് എന്ത് കാര്യത്തിനാണോ? ഇത് അധികാര ചിഹ്നമാണ് ഈ പൊക്കം. അതൊക്കെ എന്നേ നമ്മൾ സാങ്കേതിക വിദ്യ കൊണ്ട് തന്നെ നമ്മൾ മറികടന്ന് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു മൈക്രോഫോണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാവുന്ന സാധനമാണ്. ഈ ഫ്രണ്ടും ബാക്കുമായിട്ട് ഇരിക്കാതിരിക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ചെയ്യേണ്ടതാണ്. എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഈ ജനാധിപത്യം കഴിയുന്നതും ഇപ്പം ഞാൻ അതിൻ്റെ നടുക്കോട്ട് ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഇങ്ങേരുടെ ഈ ക്യാമറ ഒക്കെ കൊണ്ടായിരിക്കും കുറേ ഊതരം. അതൊക്കെ അവർ ചെയ്തോളും, നമ്മളത് ശ്രദ്ധിക്കണ്ട. പക്ഷേ ഒന്നിച്ചങ്ങിരിക്കണം. ഈ അകലെ ഇരിക്കുമ്പോൾ ലൗഡ് സ്പീക്കറും ഉണ്ട്, നിങ്ങളെ വിരട്ടാനും കൂടെയാണ് ഈ ശബ്ദം ഇത്രയും വരുന്നത്. എൻ്റെ ശബ്ദം അല്ലെങ്കിൽ തന്നെ കുഴപ്പമാണ്. അതിൻ്റെ പുറത്താണ് ഇതുപോലെ സാധനം കൂടെ തന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതം പാഴാ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്. നമുക്കിതുവരെ നമ്മുടെ ക്ലാസ് റൂം അഴിച്ചു പണിയാൻ കഴിഞ്ഞിട്ടില്ല. ക്ലാസ് റൂമിൽ ഇപ്പോഴും ഫ്രണ്ട് ബെഞ്ച്. എന്തുകൊണ്ടാണ് ഈ ഫ്രണ്ട് ബെഞ്ച് ഉണ്ടായെന്ന് നിങ്ങൾക്കറിയോ? ജാതി സമൂഹം നിന്നിരുന്നിടപ്പോഴാണ് ഈ സ്കൂളുകൾ ആരംഭിച്ചത്. അപ്പോൾ ഉയർന്ന ജാതിക്കാരെ ഫ്രണ്ടിൽ ഇരുത്തേണ്ടതുണ്ട്, അതുകൊണ്ട് അങ്ങനെ തുടങ്ങിയത്. ഇപ്പോൾ പക്ഷേ എല്ലാവരും പറയുന്നത് എന്തുവാ? പഠിക്കുന്നവർ മുന്നേ ഇരിക്കുന്നതെന്ന്. അയ്യോ, എന്തൊരു വിവരമാണ്! പഠിക്കുന്നവർ മുന്നേ ഇരിക്കുന്നവരെല്ലാം അങ്ങ് പഠിക്കുമല്ലേ. പഠിക്കുന്ന തരത്തിൽ അഭിനയിക്കുന്നവരിയ്ക്കുന്ന സ്ഥലമാണ്. ഞാനും ഇരുന്നിട്ടുണ്ട്, ഫ്രണ്ടിലിരിക്കും. ഒരു കാലത്തും പഠിച്ചിട്ടില്ല. എനിക്ക് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അത് കാര്യമുണ്ട്. അത് അധ്യാപകരുടെ ഗുഡ് ബുക്കിൽ കടന്നുകൂടി എന്നിട്ട് മര്യാദകരായിട്ടിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല സ്ഥലമാണ് ഈ ഫ്രണ്ടൊക്കെ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള ജാതിക്കകത്ത് ഇരുത്തിയിരുന്ന രീതി കൊണ്ടാണ് ഫ്രണ്ടും ബെഞ്ചും. ഇതുവരെ നമ്മൾ ആലോചിച്ചിട്ട് തന്നെ ഇല്ല. നിങ്ങളെല്ലാം വീടുള്ളവരല്ലേ? ആ വീട് മുഴുവൻ ഇതുപോലത്തെ വിവേചനമുള്ളതാണ്. ജോലി ചെയ്യാൻ വരുന്നവർ കയറി പോകാനായിട്ട് പുറവശത്തൂടെ വഴിയിട്ടവരാണ് നിങ്ങൾ മുഴുവനും. അവർക്ക് പ്രത്യേകം കക്കൂസുണ്ടാവും, അവർ കൈ കഴുകുന്നതിന് പ്രത്യേകം സ്ഥലമാണ്. 2 അടുക്കള ഉണ്ടാവും. ആധുനികമായി കഴിഞ്ഞാൽ 2 അടുക്കള. വർക്ക് ഏരിയ എന്നാണ്. അവിടെയാണ് ജോലി ചെയ്യുന്നവർ നിൽക്കുന്നത്. അവർ നമ്മുടെ കൂടെ ഉള്ളതല്ല, അവർ താഴെയാണ്. നമ്മളെല്ലാം എന്തൊരു നല്ല ആളുകൾ. ഇതാ ഇരിപ്പ് കണ്ടില്ലേ, ചിരിയൊക്കെ കണ്ടാൽ തോന്നുന്നു എന്തൊരു നല്ല ആളുകളാണ്. ഒറ്റ ഒരെണ്ണം കൊള്ളത്തില്ല കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്നത്, ഒറ്റ ഒരെണ്ണം കൊള്ളത്തില്ല. ഞാൻ വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്ന സമയത്ത് ജോലി ചെയ്യുന്നവർ എൻ്റെ കൂടെ ഇരുന്നായിരുന്നു ഭക്ഷണം കഴിക്കുന്നത്. ജയശ്രീയുടെ അമ്മയും അച്ഛനും വന്നപ്പോൾ ആദ്യം ഷോക്കായിപ്പോയി. കാരണം ഇതൊരു പ്രശ്നമായി. നേരത്തെ തിന്നുകളയും, അങ്ങനെയൊക്കെ ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കുഴപ്പമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. പക്ഷെ നമ്മളൊരു വീടെടുക്കാൻ ഒക്കത്തില്ല. എടുക്കുന്ന എല്ലാ വീടും ഈ വിവേചനമുള്ള വീടാണ്. ഇത്തരത്തിലുള്ള വീടുകളാണ് ആധുനികമായിട്ട് ഈ അടുത്തിടയ്ക്ക് ഉണ്ടാക്കുന്ന വീടുകളിൽ ചെന്നാൽ പോലും
കയറി വരാനുള്ള വഴി വരെ വേറെ സ്റ്റെയർ കേസ് വരെ ഉണ്ടാക്കുന്നത്. ലിഫ്റ്റൊക്കെ കണ്ടിട്ടില്ലേ? ലിഫ്റ്റിലല്ല, നമ്മൾ നോക്കിയാൽ മതി. പക്ഷെ നമ്മുടെ പട്ടെന്താണ്, വിവേചനം നടക്കുന്നത് അങ്ങ് ആഫ്രിക്കയിലായിരുന്നു. വെള്ളക്കാർ കറുത്തവരെ വേറെ. പക്ഷെ നമ്മൾ നല്ല ആളുകൾ, ഇരിപ്പ് കണ്ടില്ല, നല്ല ആളുകളുടെ ഇരിപ്പാണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇവിടുത്തെ ഇപ്പോൾ കേരളത്തിനകത്ത് ഒരുവിധം കൊള്ളാവുന്ന ആളുകളാണെന്ന് സ്വയം വിചാരിക്കുന്നവരാണല്ലോ ഈ വന്നിരിക്കുന്നത്. എല്ലാവരും വീട്ടിൽ പോയാൽ ഇതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും. കുറ്റവാളികളല്ലാത്ത ഒരാൾ കണ്ണാടി നോക്കിയാൽ മതി ആരാണ് കുറ്റവാളി എന്നറിയാം. ഈ വീട്ടിനകത്ത് അധികാരമുള്ള പുരുഷന്മാരെ പ്രീണിപ്പിച്ച് നിന്ന് ജീവിക്കുകയല്ലാതെ ഒരു സ്ത്രീക്കും കഴിയൂല. ഈ പോലീസുകാരൊക്കെ പണക്കാരുമല്ലോ ആണോ? സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അവരെ പഠിപ്പിക്കുന്നത് എന്താ? അടിക്കാനും ഉപദ്രവിക്കാനും വെടിവെക്കാനും പഠിപ്പിക്കുന്നത്. അവരുടെ വരി തന്നെ എങ്ങനെയാണ്? ഒരാളെ കണ്ടാൽ ക്രിമിനലാണോ എന്നാണ് നോക്കുന്നത്. ട്രസ്റ്റ് ചെയ്യാൻ, ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കത്തേ ഇല്ല. സംശയത്തോടെ നോക്കാനേ പഠിപ്പിക്കും. അപ്പോൾ സംശയദൃഷ്ടിയാണ്. കാരണം അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് അറിയണം. ഉള്ളിലിരിപ്പ് കുഴപ്പമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കണ്ടുപിടിക്കാൻ ആദ്യമായി എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഈ ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെയാണ് അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ തെറ്റായ ഉദ്ദേശങ്ങൾ അവരെക്കാളും മുമ്പ് തിരിച്ചറിയാൻ കഴിയുന്നവൻ മിടുക്കനായ പോലീസുകാരനാവും. അപ്പോൾ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പം ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ പോലീസുകാർക്കറിയാം അവൻ്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. ആ ഉള്ളിലിരിപ്പ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ട്രെയിനിങ്ങും കൂടെ കഴിയുമ്പോൾ കറക്റ്റായി. ഇതുകൊണ്ടാണ് നല്ല പോലീസുകാരുണ്ടാകത്തില്ലെന്ന് ഞാനീ പറയുന്നത്. അതിനകത്ത് മനസ്താപത്തോടെ പോലീസുകാരായിട്ട് കഴിയുന്നവരാണ് അവർ നല്ല പോലീസുകാരല്ല, മോശം പോലീസുകാരാണ്. അപ്പം മോശം പുരുഷന്മാർ പെങ്കോന്തന്മാരായി മാറുന്ന സ്ഥലമാണ്. അപ്പം ഇങ്ങനെയാണത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് സോറി മാർച്ച് ഇട്ടത്. ഇത് സോറി പറയാതെ തുടങ്ങാൻ പറ്റത്തില്ല. ഞാനന്ന് രാജിവെക്കുമ്പോൾ എഴുതി, ഇനിയും തൊട്ട് സ്ത്രീകളെ പരിചരിച്ച് ചത്തുപോകാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. അങ്ങനെയായിരുന്നു ഞാനന്ന് എഴുതിയത്. പറഞ്ഞൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം എൻ്റെ കൂടെയുള്ള സ്ത്രീകളെല്ലാം ഇന്നും എന്നെ ചീത്തയൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടില്ല, വളരെ പാടാണ്. കാരണം എൻ്റെ വീട്ടിലൊക്കെ ജനിച്ചാൽ ഈ അധികാരമുള്ള വീടുകളായിരുന്നു, എളുപ്പമേ അല്ല. അപ്പോൾ കുട്ടിക്കാലത്ത് പരിശീലിപ്പിക്കേണ്ട സ്ഥലമാണ്. അവിടെയാണ് ഞാൻ ഈ ക്ലാസ് റൂമിനെ പറ്റി പറഞ്ഞത്. വീട് എന്ന് പറയുന്നത് ജാതി കൊണ്ട്, മതം കൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രാദേശിക ബോധം കൊണ്ട്, ഭാഷാപരമായിട്ടുള്ള ബോധം കൊണ്ട് നമുക്ക് വിവേചനമുള്ളതാണ് വീടല്ല. ലിംഗവിവേചനം ഉണ്ടായിരുന്നത് വളരെയധികം വലുതാക്കി ക്ലാസ് റൂമിലത് പഠിപ്പിക്കുകയും കൂടെ ചെയ്തതോടെ കറക്റ്റായി. ഇങ്ങനെയാണ് നമ്മുടെ അവസ്ഥ. 4 തരത്തിലെ വിവേചനം പഠിച്ചാണ് നമ്മൾ വീട്ടിൽ അതൊന്ന് പുറത്തോട്ടിറങ്ങുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ മര്യാദയ്ക്ക് മനുഷ്യരോട് പെരുമാറും? ഞാൻ ആൾക്കാരോട് ഇത് പറയുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഉയർന്ന തരത്തിലുള്ള അന്യപ്പെടുത്തുന്ന ഈ എല്ലാ സംവിധാനങ്ങളും ഭരിക്കാനുണ്ടാക്കിയതാണ്, കീഴടക്കാനുണ്ടാക്കിയതാണ്, ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ്. കൊട്ടാരം ഉണ്ടാക്കുന്നതിനാണ്, സ്വർണം തേക്കുന്നതിനാണ്, വലിയ കസേര ഉണ്ടാക്കുന്നതിനാണ്, വലിയ മുറി ഉണ്ടാക്കുന്നതിനാണ്, കാണാൻ വരുന്ന ആൾ ചെറുതാണെന്ന് അനുഭവിപ്പിച്ച് പരുവപ്പെടുത്താനാണ്. അതിനാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രക്ചറിനകത്താണ് നമ്മുടെ ജനപ്രതിനിധികൾ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയനും മുന്നിലും പുറകിലും പോലീസുമായിട്ട് നടക്കുന്നത്. നമ്മുടെ അടുത്ത് നിന്ന് വോട്ട് മേടിച്ച വിദ്വാനാണ്, പ്രതിനിധിയാണ്. അയാൾ നമ്മളെ പേടിച്ച് രക്ഷിക്കപ്പെടണം നമ്മളിൽ നിന്ന്. എന്തൊരു തമാശയാണ്. മോദിയാണെങ്കിൽ ഒരു 10 പിണറായിയാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഒരു രക്ഷയില്ല. ഇങ്ങനെയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ. ഇന്ത്യയിലെ ജനാധിപത്യം വന്നു
സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി 1947 ആഗസ്റ്റ് 15-ാം തീയതി, 16-ാം തീയതി എടുക്കും. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യമുള്ള രാജ്യമല്ലേ. അന്ന് ഈ കൻ്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലുള്ളവർ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഈ സ്വാതന്ത്ര്യം കിട്ടിയ പ്രജയല്ലിത് പൗരനാണ് വന്നതെന്ന് അറിഞ്ഞിട്ടുള്ളവരുണ്ടോ? ഒരു പോലീസ് സ്റ്റേഷനിലുള്ളവർ അറിഞ്ഞിട്ടില്ല. കോടതിയിൽ അറിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ജഡ്ജിമാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാര്യം ചീഫ് ജസ്റ്റിസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. അവിടെ അവൻ്റെയൊക്കെ ഇരിപ്പ് കാണണം. ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ 100 മടങ്ങ് പൊക്കത്തിലായിരിക്കും. കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വരും. എത്ര അപമാനകരമായ വേഷമാണെന്നറിയോ? അതിങ്ങനെ 2 കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് വേറൊരാൾ ഇട്ട് കൊടുക്കും. നിങ്ങൾ കോടതി പോയി നോക്കണം, മജിസ്ട്രേറ്റിൻ്റെ നിപ്പൊക്കെ കാണണം. ഒറ്റയടി വെച്ച് കൊടുക്കണം അവനൊക്കെ. എന്ന് ഞാൻ ഒന്ന് ആലോചിക്കണ്ടേ, ഞങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണെന്ന്. കോടതിയിൽ ജനാധിപത്യം ഉണ്ടായിട്ടില്ല. സ്ട്രക്ചറാണിത്. വീട്ടിനകത്തില്ല, കോടതിയിലില്ല, ക്ലാസ് റൂമിലില്ല, പോലീസ് സ്റ്റേഷനില്ല, പട്ടാളത്തിലില്ല. പിന്നെ എവിടെയാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്? ഈ സ്ട്രക്ചർ മാറ്റാതെ പറ്റത്തില്ല. ഞാൻ ഈ പറയുന്ന കാര്യം ഒരു 15 വർഷം മുമ്പേ എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് നല്ല ആളുകൾ, നമുക്കങ്ങനെ അല്ലേ പഠിപ്പിച്ചു തരുന്നത്, നാരായണഗുരുവൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, നന്നായാൽ മതിയെന്ന്. ഞാൻ അപ്പോൾ നമ്മൾ നന്നായി എന്ന് തീരുമാനിച്ചു. പോയിരിക്കുന്നത് ഇവിടെയാ. അവിടെ ഇരുന്നാൽ ഭരിക്കാനേ പറ്റൂ. ചീഫ് സെക്രട്ടറിയുടെ മുറിയിലിരുന്നിട്ട് മര്യാദയ്ക്ക് എങ്ങനെ പെരുമാറുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പെരുമാറാൻ പറ്റത്തില്ല. ഈ രാജാക്കന്മാർ ചെയ്ത ഒരു ടെക്നിക്കാണ് അത്. എല്ലാ ഗോത്രത്തിനകത്തുനിന്നും ഒരാളെ എടുക്കും. അയാളെ എടുത്തിട്ട് നിനക്ക് ഞാനൊരു പദവി തരും. ഈ പദവി എന്ന് പറയുന്ന ഒരു ഒന്നുമില്ല അതിനകത്ത്. ഇവിടെ ഒരു നക്ഷത്രം വെച്ചു കൊടുക്കും. അപ്പോൾ ഇവന് ഇതും പിടിച്ചിങ്ങനെ നടക്കും. അപ്പോൾ എല്ലാവർക്കും അതെന്തുവാ? അത് രാജാവ് തന്നതാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ കാണാം വേറൊരുത്തന് 2 നക്ഷത്രം. അത് കഴിയുമ്പോഴത്തേന് 1 നക്ഷത്രക്കാരൻ താഴെയാവും, 1 ഉള്ളൂ. ഇങ്ങനെയാണ് ഈ പറ്റിക്കുന്നത്. ഈ നക്ഷത്രമൊക്കെ ഇത് ചുമ്മാതാണ്, നമ്മളെ പറ്റിക്കാനുള്ള സാധനമാണ്. ഇതിനകത്തൊന്നും ഒന്നുമില്ല. നിനക്ക് എൻ്റെ അധികാരത്തിൻ്റെ പങ്ക് തരുന്നു എന്ന് നമുക്ക് ഇതാണ് ചീഫ് സെക്രട്ടറി. അയ്യോ എന്തൊരു വിവരമാണെന്നറിയോ? ഇന്നലെ വരെ ഇല്ലായിരുന്നു, പക്ഷെ ഇന്ന് ഭയങ്കര വിവരമാണ്. പ്രൈം മിനിസ്റ്റർ എന്നാണ്, സുപ്രീം കോടതി. എൻ്റെ പൊന്നെ, എന്തൊരു വിവരം വന്നു കഴിഞ്ഞ്. കാരണം സുപ്രീം കോടതിയാണ്. ഇതൊക്കെ എന്ത് കുന്തമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കാണ്. ആ വഴക്ക് തീർക്കാൻ സുപ്രീം കോടതി വരെ പോവും. എന്നിട്ട് അല്ല, നമ്മൾ വെറുതെ നോക്ക്, ഒരു കോടതിയിൽ ഒരു വിധി വരികയാണെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അനുകൂലമായിട്ട് വരികയും മറ്റേയാൾക്ക് കിട്ടാതിരിക്കുകയല്ലേ ചെയ്യുന്നത്. അത് സുപ്രീം കോടതി വരെ പോയാൽ മാറുമോ? 2 പേർക്കും കൂടെ കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ? പിന്നെ എന്തിനാടാ പോകുന്നേ? വെറുതെ ആലോചിക്ക്. നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ. മൈത്ര, അപ്പുറം ഒരു ചോദ്യം. നമ്മൾ ഈ പ്രോട്ടോകോൾ അനുസരിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട MLA, അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യമില്ല. അതിനെയാണ് പ്രോട്ടോകോൾ. ഇപ്പോഴും ഇവിടെ അടിയാണ്. ഇവിടുത്തെ മേയറും ഇവിടുത്തെ MLAയും കൂടെ തമ്മിൽ അടിയാണ് ഈ പ്രോട്ടോകോൾ. ഈ രാജാക്കന്മാരുണ്ടാക്കിയതാണ്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. ബ്രിട്ടീഷുകാരെന്ന് പറഞ്ഞാൽ രാജാക്കന്മാരാണ്. ബ്രിട്ടീഷ് രാജാവിന് വേണ്ടി ഉണ്ടാക്കിയതാണത്. പ്രോട്ടോകോൾ എന്ന് പറയുന്നത് ഈ അധികാരം ഷെയർ ചെയ്യുന്ന മെക്കാനിസമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ നമുക്ക് ഈ സാധനം അഴിക്കാൻ പറ്റിയിട്ടില്ല. ഇത് അഴിച്ചേ പറ്റൂ. ഇത് അഴിച്ചുണ്ടാക്കേണ്ടതുണ്ട്. അല്ല, ഭരണഘടനാപരമായി നമ്മൾ പ്രോട്ടോകോൾ അനുസരിക്കേണ്ട ആവശ്യമുണ്ട് പൗരൻ. ഞാൻ പറഞ്ഞാൽ ഭരണഘടന എഴുതിയ സമയത്ത് ഞാൻ ഈ പറയുന്ന അത്രയും വിവരം അവർക്ക് അതിനകത്തില്ല. അത്രയും നമ്മൾ അറിയണം. ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് പഞ്ചായത്ത് ഉണ്ടാക്കാനായിട്ട് വെച്ചത്. അങ്ങനെയാണ് ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കിയത്. ത്രിതല പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ട് ഈ ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. മറ്റേത് രണ്ടും എന്തുവാന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്ത് എന്തും എടുക്കുക അവർ. വില്ലേജ് ഓഫീസ്, തഹസീൽദാരുടെ ഓഫീസ്, കളക്ടറേറ്റ്, ഗവർണർ, ഈ 4 എണ്ണമാണ് ഈ ഭരിക്കുന്നത്.
അല്ല, നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്നവർ ഭരിക്കുന്നില്ല, ചുമ്മാതാ. 5 കൊല്ലം കൂടുമ്പോൾ അവരെല്ലാവരും ചാപ്പാട് പഠിച്ച് തിരിച്ചു വരും. അവരുണ്ടാക്കുന്ന നിയമം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ സമ്മതിക്കണം. നമ്മളെല്ലാ ഉദ്യോഗസ്ഥന്മാരെയും തിരഞ്ഞെടുക്കണം. ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഉദ്യോഗസ്ഥന്മാർക്ക് തിരഞ്ഞെടുക്കേണ്ട അക്കൗണ്ടബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് അവർ അഴിമതി ചെയ്യുന്നത്. നിങ്ങൾ ആ സ്ഥാപനത്തിൽ പോയാൽ നല്ല സർവീസ് കിട്ടി എന്ന് നിങ്ങളവിടെ എഴുതി വയ്ക്കുന്നതിൻ്റെ കൃത്യമായ കണക്കെടുക്കാൻ തുടങ്ങിയാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ആ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർക്ക് സ്ഥാനം കയറ്റം കിട്ടത്തില്ലെന്ന് വന്നാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലെല്ലാം പോയിട്ട് ഇവിടുത്തെ ഭക്ഷണത്തിനെ പറ്റി ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതാൻ തുടങ്ങിയോടെ എന്തൊരു മര്യാദയ്ക്ക് പെരുമാറുന്നിടത്ത് ഇതിനെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നതിൽ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാനായിട്ട് മെക്കാനിസം ഇല്ലെന്ന്. എക്സ്പെർട്ട് നോളജ് ഉണ്ട് അവർക്ക്. ഇപ്പോൾ എൻജിനീയർ ആകുന്നവർക്ക് എക്സ്പെർട്ട് നോളജിൻ്റെ പ്രശ്നമുണ്ട്, കണിശമാണ്. അല്ലാതെ ആർക്കും ഇലക്ഷന് നിൽക്കുക എന്ന് പറയുന്ന യുക്തിയല്ലത്. പക്ഷെ അവർ അതിൻ്റെ ഉപഭോക്താക്കളായിരിക്കുന്നവരും അവരുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെയും വോട്ട് മേടിക്കണം. ആ വോട്ട് മേടിക്കുന്നതിനുള്ള വിദ്യ എന്താ? ഒരു ഓഫീസിനകത്ത് 10 പേരുണ്ടെങ്കിൽ 10 പേരും പരസ്പരം വോട്ട് കൊടുക്കണം. ഞാൻ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. നിങ്ങൾ ഇത് അവസാനത്തെ അറിവല്ല, ഇതിനേക്കാളും മെച്ചപ്പെട്ട സജഷൻസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. പരസ്പരം വോട്ട് കൊടുക്കാമെങ്കിൽ രഹസ്യ വോട്ടേ എപ്പോഴും പാടുള്ളൂ. കൈവക്കാൻ പറയരുത്. കൈവക്കാൻ നമ്മൾ പേടിച്ച് കൈവക്കാൻ ഒക്കത്തില്ല. അപ്പോൾ രഹസ്യ വോട്ടും പരസ്പരം കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ആർക്ക് കിട്ടും? അപ്പം സമ്മതം മറ്റവർ തന്നാലേ ഇവർക്ക് സ്ഥാനക്കയറ്റം കിട്ടാവൂ. തിരഞ്ഞെടുത്താൽ അക്കൗണ്ടബിലിറ്റി വരും. ഇങ്ങനെയൊക്കെയുള്ള മെക്കാനിസങ്ങൾ ഇതിനകത്ത് മുഴുവൻ വികസിപ്പിക്കേണ്ടതുണ്ട്. ഒരു കാര്യം ചോദിച്ചോളൂ. ഞാൻ സാറെന്ന് വിളിക്കാൻ പാടില്ലാത്തതുകൊണ്ട് വിളിക്കുന്നില്ല. പാടില്ലാത്തതുകൊണ്ടല്ല, മര്യാദയോട് വിളിക്കണമെന്നാണ് പറഞ്ഞേ. പരസ്പര ബഹുമാനം ഉള്ളത് കൊണ്ടാണ് സാറെന്ന് വിളിക്കരുതെന്ന് പറഞ്ഞു. മേളിലുള്ളവരെയാണ് സർ സ്ഥാനം ഇംഗ്ലീഷുകാർ കൊടുത്തതാണ്. മുകളിലുള്ളവരെ ബഹുമാനിക്കണം. താഴെയുള്ളവരുടെ പുച്ഛത്തോടെ പെരുമാറുന്ന വാക്കാണ് സർ. ഓക്കെ. താങ്കളോട് ഞാനൊന്ന് ഒരു ദിശ മാറി ഒരു ചോദ്യം ചോദിക്കുകയാണ്. വളരെ പേഴ്സണലാണ്, എനിക്ക് വിട്ടുപോയൊരു ഗ്യാപ്പാണ്. താങ്കളെ അറിയാവുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാത്തത് ചോദിക്കുകയാണ്. താങ്കളുടെ ഭൗതികവാദത്തോടുള്ള നിലപാടും ഇന്നത്തെ നിലപാടും മുമ്പുണ്ടായിരുന്ന ആത്മീയവാദപരമായ നിലപാടും എങ്ങനെയാണ്, എവിടെ വെച്ചാണ് ഇത് മുറിഞ്ഞത്? അത് തമ്മിലുള്ള താങ്കളുടെ കാഴ്ചപ്പാട് എന്താണ്, തമ്മിലുള്ള ബന്ധം?